ട്രേഡിംഗ് മീഡിയയുടെ പ്രീ മാർക്കറ്റ് അനാലിസിസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യം ഗ്ലോബൽ മാർക്കറ്റ് നോക്കാം. US മാർക്കറ്റ് ഒരു പോസിറ്റീവായിട്ട് ക്ലോസ് ചെയ്തിട്ടുണ്ട്. ഡൗ ജോൺസ് 132 പോയിന്റ് പോസിറ്റീവായിട്ട് ക്ലോസ് ചെയ്തിരിക്കുകയാണ്. S&P 34 പോയിന്റും നസ്ഡാക്ക് 123 പോയിന്റും പോസിറ്റീവായിട്ട് ക്ലോസ് ചെയ്തിട്ടുണ്ട്. യൂറോപ്യൻ മാർക്കറ്റ് ഒരു മിക്സഡ് ട്രെൻഡിൽ ക്ലോസ് ചെയ്തിരിക്കുകയാണ്. ഗിഫ്റ്റ് നിഫ്റ്റി 54 പോയിന്റ് പോസിറ്റീവായിട്ട് ക്ലോസ് ചെയ്തിട്ടുണ്ട്. മിക്കവാറും ഒരു ഗ്യാപ്പ് അപ്പിനുള്ള സാധ്യതയുണ്ട്. നമുക്ക് ഡേ ക്യാൻഡിൽ നോക്കാം. ഇന്നലത്തെ ഡേ ക്യാൻഡിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മെനഞ്ഞാന്നുള്ള ഡേ ക്യാൻഡിലിനേക്കാളും വലിയൊരു ബെയറിഷ് ക്യാൻഡിലാണ്. ഇന്നലത്തെ പ്രീ മാർക്കറ്റിൽ പറഞ്ഞിട്ടുണ്ടായിരുന്ന മെനഞ്ഞാന്നത്തെ ക്യാൻഡിൽ പോലെ തന്നെയാണ് ഈ ഒരു ക്യാൻഡിൽ നോക്കുമ്പോഴത്തേക്കും ഒരു ബെയറിഷ് ക്യാൻഡിലാണ്. പക്ഷേ അതിൻ്റെ വിക്ക് നോക്കിക്കഴിഞ്ഞാൽ മെനഞ്ഞാന്ന് എവിടെ നിന്നാണോ ബൈയിങ് വന്നത്, ഇന്നലത്തെ പ്രീ മാർക്കറ്റിൽ നമ്മൾ എന്താണോ പറഞ്ഞിരുന്നത് അതുപോലെ തന്നെ അവിടെ നിന്ന് നല്ലൊരു ബൈയിങ് പ്രഷർ വന്നിട്ട് മുകളിലോട്ട് കയറിയിട്ടാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഇത് ലോവർ ടൈം ഫ്രെയിമിലോട്ട് ഇട്ട് നോക്കാം. ഈ ഒരു സോണ് ഇന്നലത്തെ പ്രീ മാർക്കറ്റിൽ ഞാൻ പറഞ്ഞതാണ്. മാർക്കറ്റ് ഈ ഒരു സോണ് 30 മിനിറ്റ് അല്ലെങ്കിൽ 15 മിനിറ്റ്സിൻ്റെ സോണ് ഇവിടെ നിന്ന് ഒരു ബ്രേക്കൗട്ട് താഴെ തന്നിട്ടായിരിക്കും ഒരു പുൾ ബാക്ക് കൊടുക്കുക. ഇത് താഴോട്ട് സസ്റ്റെയിൻ ചെയ്യുകയാണെങ്കിൽ മാത്രം മുകളിലോട്ട് എൻട്രി നോക്കിയാൽ മതി, താഴോട്ട് എൻട്രി നോക്കിയാൽ മതി എന്ന് പറഞ്ഞതാണ്. പക്ഷേ ഇത് മാർക്കറ്റ് ഏകദേശം ഒരു 5 മിനിറ്റിൻ്റെ ക്യാൻഡിൽ പോലും ഈ ഒരു സോണിൽ താഴെ നിന്നില്ല. താഴോട്ട് വന്നിട്ട് അപ്പോഴേ ഒരു പുൾ ബാക്ക് കൊടുത്തു. അവിടെ തന്നെയാണ് വീണ്ടും വന്നിട്ട് മാർക്കറ്റ് സപ്പോർട്ട് എടുത്ത് നിൽക്കുന്നത്. അപ്പോൾ ഇതെന്ന് പറയുന്നത് ഒരു സപ്പോർട്ട് റെസിസ്റ്റൻസ് ബ്രേക്കൗട്ട് കിട്ടിയതിന് ശേഷം അവിടെ ഉള്ള ഒരു ബൈയിങ് പ്രഷറാണ്. അതിന് റെസിസ്റ്റൻസ് സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യും. ഈ ഒരു റെസിസ്റ്റൻസ് ബ്രേക്കൗട്ട് കിട്ടിയിട്ട് പിന്നെ മുകളിലോട്ട് അതൊരു സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യുന്നതാണ്. ഇത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കഴിഞ്ഞ 2 ദിവസമായിട്ട് മാർക്കറ്റ് ഇവിടെ തന്നെയാണ് സസ്റ്റെയിൻ ചെയ്യുന്നത്. അതായത് നേരത്തെ ഇവിടെ ഒരു സെല്ലിംഗ് പ്രഷർ ഉണ്ടായിരുന്ന ഏരിയയാണ് അല്ലേ. ഇവിടെ വന്നപ്പോഴൊക്കെ എല്ലാം ഇവിടെ നല്ലൊരു സെല്ലിംഗ് പ്രഷർ വന്ന് മാർക്കറ്റിനെ താഴോട്ട് വിട്ടുകൊണ്ടിരുന്നു. പക്ഷേ 2 ദിവസത്തിന് മുന്നേ തിങ്കളാഴ്ച ഒരു നല്ലൊരു ഗ്യാപ്പ് അപ്പ് വന്ന് നേരെ മുകളിൽ പോയിട്ടാണ് മാർക്കറ്റ് നിൽക്കുന്നത്. അപ്പം ഇവിടുത്തെ സെല്ലേഴ്സ് വീക്കായിക്കൊണ്ടിരിക്കുകയാണ് ഇല്ലേ. സെല്ലേഴ്സ് വീക്കാവുന്നതിൻ്റെ ഏറ്റവും വലിയൊരു തെളിവാണ് മാർക്കറ്റ് ഇവിടെ നിന്ന് മുകളിൽ നിന്ന് താഴോട്ട് വരുമ്പോഴൊക്കെ ഇവിടെ സെല്ലിംഗ് പ്രഷറുണ്ട്. മുകളിൽ നിന്ന് സെല്ലിംഗ് പ്രഷർ കൊടുത്ത് താഴോട്ട് വരുമ്പോൾ പ്രീവിയസ് സെല്ലിംഗ് ഏരിയ എന്ന് പറയുന്ന ഈ ഒരു ഏരിയയിലെത്തുമ്പോൾ ബയേഴ്സ് അവിടെ ആക്റ്റീവ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ ബയേഴ്സ് ആക്റ്റീവ് ആവുകയാണെന്നുണ്ടെങ്കിൽ വരും ദിവസങ്ങളിലൊക്കെ ബയേഴ്സ് ആക്റ്റീവ് ആവുകയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് ഇവിടെ നിന്ന് നല്ലൊരു സപ്പോർട്ട് എടുത്ത് മുകളിലോട്ട് കയറാൻ സാധ്യതയുണ്ട്. ഏകദേശം എനിക്ക് തോന്നുന്നു മിക്കവാറും ഈ ഒരു എക്സ്പയറിക്ക് മുന്നേ, ഇന്നിപ്പോൾ ബുധനാണ്, നാളെ വ്യാഴൻ, മിക്കവാറും എക്സ്പയറിക്ക് മുന്നേ അല്ലെങ്കിൽ എക്സ്പയറി ഡേയിൽ ഒരു 300 വരയ്ക്കെങ്കിലും കയറി വരാനുള്ള സാധ്യതയുണ്ട്. ഇവിടെ നിന്ന് നല്ലൊരു ബൈയിങ് പ്രഷർ കിട്ടിയിട്ട് ഓപ്പൺ ഇൻട്രസ്റ്റും അനുസരിച്ച് ഏകദേശം 300-350 വരയ്ക്കെങ്കിലും കയറി വരണം. 500 സ്ട്രോങ് കോൾ റൈറ്റിംഗ് ഉണ്ട്. അപ്പം ഒരു 400 താഴേക്ക് ചിലപ്പം റിജക്ഷൻ വരും. മുകളിലോട്ട് കയറി വരികയാണെന്നുണ്ടെങ്കിൽ ഒരു 300-350 വരേക്കും മാർക്കറ്റ് കയറി വരാൻ സാധ്യതയുണ്ട്. എപ്പോഴാണ് നമുക്ക് പുട്ടെടുക്കാൻ പറ്റുന്നത്? മാർക്കറ്റ് ഈ ഒരു റേഞ്ചിന് താഴെ, ഈ ഒരു 15 മിനിറ്റ്സ് ക്യാൻഡിൽ ഈ ഒരു സോണിന് താഴെ എപ്പോഴെങ്കിലും ക്ലോസിങ് വരണം. അതായത് ഇവിടുത്തെ സെല്ലിംഗ് പ്രഷർ കൊടുത്ത് മാർക്കറ്റ് 15 മിനിറ്റ് താഴെ ഒരു ക്ലോസിങ് വന്നു കഴിഞ്ഞാൽ മാത്രമേ നമ്മൾ പുട്ട് സൈഡിലോട്ട് നോക്കത്തുള്ളൂ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഫസ്റ്റ് ടാർഗറ്റ് ഇത് വരും, രണ്ടാമത്തെ ടാർഗറ്റ് ഇത് വരും. മാർക്കറ്റ് എന്തായാലും ഇവിടെ നിന്നൊരു സെല്ലിംഗ് പ്രഷറിൽ താഴോട്ട് വന്ന് ഒരു 15 മിനിറ്റ് ക്ലോസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇന്നലത്തെ പ്രീ മാർക്കറ്റിൽ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു ഏരിയയിൽ നിന്നായിരിക്കും മാർക്കറ്റ് ഒരു സപ്പോർട്ട് കിട്ടാൻ സാധ്യത കൂടുതൽ. ഏകദേശം 24,900 നിന്നായിരിക്കും മാർക്കറ്റ് സപ്പോർട്ട് കിട്ടാൻ സാധ്യത കൂടുതൽ. എപ്പോഴാണ് ഈ ഒരു സോണ് ബ്രേക്കൗട്ട് കിട്ടുകയാണെങ്കിൽ മാത്രം. അല്ല ഇവിടെ നിന്ന് നല്ലൊരു ബയേഴ്സ് വീണ്ടും ആക്റ്റീവ് ആവുകയും സെല്ലേഴ്സ് വീക്ക് ആവുകയും ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് നല്ലൊരു പുൾ ബാക്ക് മാർക്കറ്റിൽ കിട്ടാൻ സാധ്യതയുണ്ട്. നമുക്ക് ഡേറ്റ നോക്കാം. ഓക്കെ, ഡേറ്റ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് ഇന്നലെ സൈഡ് വൈസ് ആയിരുന്നുവെങ്കിലും സ്റ്റോക്കിൽ നല്ല ബൈയിങ് നടന്നിട്ടുണ്ട്. രണ്ടുപേരും FISും DISും സ്ട്രോങ് ബൈയിങ് ആയിരുന്നു സ്റ്റോക്കിൽ. ഏകദേശം FIS 2300 കോടിക്കും DIS 1113 കോടിക്കും ബൈയിങ് ആണ് സ്റ്റോക്കിൽ. നമുക്ക് ഡേറ്റയിലോട്ട് പോകാം. ഓപ്ഷൻസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ
നാളെ എക്സ്പയറി ആണ് നിഫ്റ്റിയുടെ. ഏകദേശം FAS 1.17 ലാക്ക് ക്വാണ്ടിറ്റി കോൾ ഓപ്ഷൻ സെല്ലിംഗ് ആണ്. പുട്ട് ഓപ്ഷനും 1.55 ലാക്ക് ക്വാണ്ടിറ്റി പുട്ട് ഓപ്ഷനും സെല്ലിംഗ് ആണ്. ഫ്യൂച്ചേഴ്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ FAS ഫ്യൂച്ചേഴ്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ഒരു സെല്ലിംഗ് പ്രഷർ എന്നാണ് അവർ പൊസിഷൻ കുറച്ചു കൊണ്ടുവരുന്നത്. സെല്ലിങ്ങിൻ്റെ പൊസിഷൻ കുറച്ചു കൊണ്ടുവരുന്നത്. നാളെ എക്സ്പയറി കൂടെയാണ്. മിക്കവാറും ഒരു പുൾ ബാക്ക്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മാർക്കറ്റിൽ ഒരു പുൾ ബാക്ക് ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. 300-350 വരയ്ക്കെങ്കിലും 25,350 വരയ്ക്കെങ്കിലും നിഫ്റ്റി കയറി പോകാനുള്ള സാധ്യത ഉണ്ട് എക്സ്പയറിക്ക് മുന്നേ, ഇന്നോ നാളെയോ. അതുമില്ല, കഴിഞ്ഞ 2 ദിവസമായിട്ട് മാർക്കറ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ സൈഡ് വൈസ് ആണ്. അപ്പം അവിടെ നിന്നൊരു ബ്രേക്കൗട്ട്, എങ്ങോട്ട് ബ്രേക്കൗട്ട് കിട്ടിയാലും നല്ല മൂവ്മെൻറ്റ് ഉണ്ടാവും. ഞാൻ മുകളിലോട്ടൊരു ബ്രേക്കൗട്ടാണ് പ്രതീക്ഷിക്കുന്നത്. പ്രോ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രോ 67,866 ക്വാണ്ടിറ്റി കോൾ ഓപ്ഷൻ സെല്ല് ചെയ്തിട്ടുണ്ട്. പുട്ട് ഓപ്ഷൻ 12,238 ക്വാണ്ടിറ്റി പുട്ട് ഓപ്ഷനും സെല്ലിംഗ് ആണ്. കോൾ ഓപ്ഷൻ ബൈയിങ് ആണ്. 67,866 ക്വാണ്ടിറ്റി കോൾ ഓപ്ഷൻ ബൈയിങ്ങും പുട്ട് ഓപ്ഷൻ സെല്ലിങ്ങും ആണ്. ക്ലയൻറ്റ് ഏകദേശം 1.85 ലാക്ക് ക്വാണ്ടിറ്റി കോൾ ഓപ്ഷൻ സെല്ലിംഗ് ആണ്. പുട്ട് ഓപ്ഷനും 1.548 ക്വാണ്ടിറ്റി. ഓക്കെ, ഓപ്പൺ ഇൻട്രസ്റ്റ് ഓക്കെ, ചാർട്ടിലോട്ട് പോവാം. ചാർട്ടിൽ ഇന്നലത്തെ മാർക്കറ്റിൽ, ലൈവ് മാർക്കറ്റിൽ ഏകദേശം ഇവിടെ ഈ ക്യാൻഡിൽ എത്തിയപ്പോൾ ആദ്യത്തെ 5 മിനിറ്റ് ക്യാൻഡിൽ, ഞാൻ എപ്പോഴും പറയാറുണ്ട് ആദ്യത്തെ 5 മിനിറ്റ് ക്യാൻഡിലിൻ്റെ ക്ലോസിംഗ് നോക്കണം. ആ ക്ലോസിംഗ് വെച്ചിട്ട് മാത്രമേ നമ്മൾ റേഞ്ച് നോക്കാവൂ. ആദ്യത്തെ 5 മിനിറ്റിൽ മാർക്കറ്റിൽ നല്ല സെല്ലിംഗ് പ്രഷർ ഉണ്ടായി. ആ ഒരു 5 മിനിറ്റ് എടുത്തില്ല, ആദ്യത്തെ 1 മിനിറ്റ് കൊണ്ട് തന്നെ മാർക്കറ്റ് ഇങ്ങനെ ഇടിഞ്ഞ് താഴെ എത്തി, ഈ ഒരു സോണിനുള്ളിലെത്തി. മാർക്കറ്റ് ഏകദേശം രാവിലെ 10 മണിയായപ്പോഴത്തേക്കും ഞാൻ വരച്ചിട്ട വരയാണ് ഈ കാണുന്ന വര. എന്നിട്ട് ഗ്രൂപ്പിൽ മെസ്സേജും ഇട്ടിട്ടുണ്ടായിരുന്നു, ഇതിനുള്ളിൽ മാർക്കറ്റ് സ്കാൽപ്പിംഗ് മാത്രമേ ചെയ്യാവൂ. ഈ ഒരു ഏരിയയിൽ മാർക്കറ്റ് സൈഡ് വൈസ് പോകാൻ സാധ്യതയുള്ളതുകൊണ്ട് സ്കാൽപ്പിംഗ് മാത്രമേ ചെയ്യാവൂ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവിടെ നിന്ന് ബ്രേക്കൗട്ട് കിട്ടുകയാണെങ്കിൽ മാത്രം മുകളിലോട്ട് എൻട്രി, താഴോട്ട് ബ്രേക്കൗട്ട് കിട്ടുകയാണെങ്കിൽ മാത്രം താഴോട്ട് എൻട്രി. അതുവരേക്കും ഇതിനിടയ്ക്ക് എന്ത് ചെയ്യണം? സ്കാൽപ്പിംഗ് മാത്രം. പലരും പൊസിഷൻസ് എടുത്ത് ഹോൾഡ് ചെയ്തിട്ടുണ്ട്, ഒരുപാട് പേർക്ക് ലോസ് വന്നിട്ടുണ്ട്. ലോസ് വന്നതിൻ്റെ കാരണം എന്ന് പറയുന്നത് ഒരിക്കലും ഇപ്പം നിങ്ങളെടുത്ത എൻട്രിയോ അല്ലെങ്കിൽ ലെവൽസോ അല്ല ലോസ് വരാനുള്ള കാരണം. കഴിഞ്ഞ 2 ദിവസം എന്ന് പറയുന്നത് സെല്ലേഴ്സിൻ്റെ ഡേ ആയിരുന്നു. കാരണം ഇന്ത്യ വിക്സ് താഴോട്ടായിരുന്നു, മാർക്കറ്റ് സൈഡ് വൈസ് ആയിരുന്നു, പ്രീമിയം താഴോട്ടായിരുന്നു. അപ്പം നമ്മുടെ ടെക്നിക്കലി നമ്മുടെ ചാർട്ടുകൾ കറക്റ്റ് ആണെങ്കിലും ഫണ്ടമെൻ്റലി നോക്കുമ്പോഴത്തേക്കും അവിടെ നമുക്ക് DK എഫക്റ്റ് ഉണ്ട്. മാർക്കറ്റ് താഴോട്ട് പോകുന്നു, സൈഡ് വൈസ് പോകുന്നു, വിക്സ് താഴോട്ട് പോകുന്നു, പ്രീമിയം താഴോട്ട് പോകുന്നു. അപ്പോൾ ഈ ഒരു റേഞ്ച് മാർക്കറ്റ് ഈ ഒരു റേഞ്ചിൽ കഴിഞ്ഞ 2 ദിവസവും സൈഡ് വൈസ് ആണ്. അപ്പം ഇന്നത്തെ ദിവസം എങ്ങോട്ടാണോ ബ്രേക്കൗട്ട് കിട്ടുന്നത്, മുകളിലോട്ടാണെങ്കിൽ നല്ലൊരു റാലി നമുക്ക് പ്രതീക്ഷിക്കാം, താഴോട്ടാണെന്നുണ്ടെങ്കിൽ നല്ലൊരു ഫോളും പ്രതീക്ഷിക്കാം. പക്ഷേ ഞാൻ മാർക്കറ്റിൽ ഒരു ചെറിയൊരു റാലി പ്രതീക്ഷിക്കുകയാണ്. കാരണം മാർക്കറ്റ് ഇപ്പം നിൽക്കുന്ന ഏരിയ എന്ന് പറയുന്നത് ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്തിട്ട് പിന്നെ മുകളിൽ സപ്പോർട്ടായിട്ട് നിൽക്കുന്നതുകൊണ്ടാണ് ഞാൻ മുകളിലോട്ട് പ്രതീക്ഷിക്കുന്നത്. മാർക്കറ്റ് ഇന്ന് ഈ ഒരു ഏരിയയിൽ മിക്കവാറും ഈ ആദ്യത്തെ റെസിസ്റ്റൻസിനും CPRനും ഇടയ്ക്ക് ചിലപ്പം ഓപ്പണിങ്ങിന് സാധ്യതയുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് ചിലപ്പോൾ CPR ബ്രേക്ക് ചെയ്ത് താഴോട്ട് വരാൻ സാധ്യതയുണ്ട്. വന്നു കഴിഞ്ഞാലും ഇതൊരു ബൈയിങ് പ്രഷർ ഉള്ള ഏരിയ ആയിരിക്കും. 25,040, 25,024 ഏരിയ, ഇവിടെ നിന്നൊരു ബൈയിങ് പ്രഷർ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഇവിടെ നിന്ന് റിവേഴ്സാണ് മുകളിലോട്ട് പോകുന്നതെങ്കിൽ CPR ടാർഗറ്റ് വയ്ക്കാം. CPR ബ്രേക്കൗട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ 25,183, 25,164 ഫസ്റ്റ് ടാർഗറ്റ്. രണ്ടാമത്തെ ടാർഗറ്റ് 25,246, 25,264. മൂന്നാമത്തെ ടാർഗറ്റ് 25,318, 25,336. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. ബാക്കി അപ്ഡേഷൻസ് ലൈവ് മാർക്കറ്റിൽ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ തരാം. വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് താഴെ കൊടുക്കുന്നുണ്ട്, താല്പര്യമുള്ളവർ ജോയിൻ ചെയ്യുക. അതോടൊപ്പം തന്നെ ഫയേഴ്സിൻ്റെ ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യേണ്ട ലിങ്കും താഴെയുണ്ട്.
അതിൽ ഓപ്പൺ ചെയ്തതിന് ശേഷം എനിക്ക് നിങ്ങളുടെ ക്ലയൻറ്റ് ID അയച്ചു കഴിഞ്ഞാൽ വാട്സപ്പ് ഗ്രൂപ്പിൽ ആഡ് ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ട്രേഡിംഗ് ദിനം ആശംസിക്കുന്നു. താങ്ക്